കുറെ കാലമായി കൊട്ടിയൂര് ക്ഷേത്രമൊന്ന് ദർശിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ട്, പക്ഷേ അതിനൊന്നും സന്ദർഭങ്ങൾ ഒത്തുവന്നില്ല. പക്ഷേ തികച്ചും അവിചാരിതമായി, അതായത് ഇന്നലെ 10/6/2026 പുലർച്ചെ ഒരു 4 മണിക്ക് ഞാനങ്ങ് എഴുന്നേറ്റു. അപ്പോൾ പെട്ടെന്നൊരു കൊട്ടിയൂര് പോകണമെന്ന് തോന്നി. നല്ല പെരുമഴയാണ്. ഇപ്പോൾ വൈശാഖ മാസ ആഘോഷം നടക്കുകയാണല്ലോ. അങ്ങനെ നേരെ നല്ല മഴയുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ബൈക്കിൽ വന്ന് നമ്മൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി. ഇവിടെ നിന്ന് ഷൊർണൂർ കണ്ണൂർ മെമുവിൽ കയറി. അങ്ങനെ കയറി നേരെ നമ്മൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. അവിടെ നിന്ന് ഒരു KSRTCയിൽ നേരെ ഇങ്ങോട്ട് കയറുകയാണ്, അതായത് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് 35 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് വന്നത്. ഇവിടെ നിന്ന് 73 രൂപയാണ് KSRTCക്ക് ടിക്കറ്റ് വാങ്ങിച്ചത്. അങ്ങനെ തലശ്ശേരിയിൽ നിന്ന് കൊട്ടിയൂർ എത്തിയപ്പോൾ ഇതുവരെ ഞാൻ ഇവിടെ സന്ദർശിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ പ്രദേശം സന്ദർശിക്കുന്നത്. അവിടെ എത്തിയതിന് ശേഷം പിന്നെ ഇറങ്ങിയപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ കടകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ദക്ഷൻ്റെ യാഗം നടന്ന സ്ഥലമാണ്. ദക്ഷൻ്റെ മകളായ സതീദേവി അഥവാ പാർവതി ദേവി പരമശിവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ദക്ഷന് പരമശിവനെ വലിയ ഇഷ്ടമായില്ല. കാരണം അദ്ദേഹം എപ്പോഴും കാട്ടിലും പിന്നെ ജടാധാരിയും ഒക്കെയല്ലേ. പക്ഷേ പാർവതി അമിതമായിട്ട് പരമശിവനെ മോഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു, സ്വയംവരം ചെയ്തു എന്നൊക്കെയാണ് ഐതിഹ്യം. പക്ഷെ ദക്ഷൻ അതിനുശേഷം പാർവതിയെയും പരമശിവനോട് ഒരു താല്പര്യം കാണിച്ചില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു യാഗം നടത്തി. ഇത് ബാവലിപ്പുഴയാണ്. ബാവലിപ്പുഴയുടെ കുറുകെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാലത്തിലൂടെ കടത്തി വിടുന്നതിനൊക്കെ ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊന്നും ചിത്രത്തിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പൊ ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ടോയ്ലറ്റ് ഒക്കെ വൃത്തി തന്നെ, പക്ഷെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ദർശനത്തിലേക്കുള്ള ക്യൂ എന്ന് കണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. കുറെ ദൂരം നിന്നു, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കടത്തി വിടുന്നതൊന്നും കാണുന്നില്ല. അപ്പൊ എന്താ അതിന്റെ കാരണം എന്ന് അന്വേഷിക്കുമ്പോഴാണ് 4 മണിക്കൂറോളം ചുരുങ്ങിയത് നിൽക്കേണ്ടി വരുന്നത്. നിൽക്കുകയാണ്, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഇനി ക്ഷേത്രം കാണാനൊക്കെ ആണെങ്കിൽ പുറത്തു കൂടെ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ക്ലോക്ക് റൂമിൽ ബാഗുകളൊക്കെ വെക്കാം, പക്ഷെ എൻ്റെ ഒരു ജോഡി ചെരുപ്പ് വെച്ചതിന് 10 രൂപ വാങ്ങിച്ചു വരും. പിന്നെ സാധാരണ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ചന്ദനത്തിരിയുടെ അല്ലെങ്കിൽ ഈ വിളക്ക് കത്തുന്നതിൻ്റെയും കർപ്പൂരത്തിൻ്റെയും നെയ്യിൻ്റെ ഒക്കെ മണമാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ രൂക്ഷമായ ഒരു ദുർഗന്ധമാണ് പല ഭാഗത്തും കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് ഈ ക്യൂവിന്റെ ഭീകരാവസ്ഥ ഞാൻ കണ്ടത്. കാരണം 1 ഇഞ്ച് പോലും അനങ്ങുന്നില്ല. 1 മണിക്കൂറായി അവര് ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പോന്നു. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം അവിടെ നിന്നു. എന്നിട്ടാണ് ഞാൻ കടന്ന് പുറത്തേക്ക് വന്നത്. ദക്ഷന്റെ കാര്യം ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ പുഴയുടെ സൈഡൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ പൊള്ളിച്ചിട്ടില്ല. അപ്പൊ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ മണിത്തറയുടെ ഭാഗത്തൊന്നും ഷൂട്ടിങ് അലൗഡ് അല്ല. പക്ഷെ ആളുകൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ ഇതൊക്കെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഈ ഷെഡുകളാണ്. അപ്പൊ ഇങ്ങനെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഷെഡിൽ അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഓരോരുത്തർക്കും ഓരോ തന്ത്രികളുടെയും മറ്റ് അവകാശികളുടെയും ഒക്കെയാണ്. ഇവിടെ മൊത്തം കുറേ ക്ഷേത്രങ്ങളുണ്ട്. ഏകദേശം 71 ക്ഷേത്രമാണ് ഞാൻ വായിച്ച് അറിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ. ഇവിടുത്തെ ഈ വോളണ്ടിയേഴ്സിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വോളണ്ടിയേഴ്സ് കുറച്ച് റഫായിട്ടാണ് തോന്നിയത്. പക്ഷെ പോലീസുകാർ നല്ല മര്യാദയിലാണ് എല്ലാവരോടും പെരുമാറുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള എല്ലാവർക്കും ഇവിടെ പ്രവേശനമുണ്ട്. ആരോടും ഒരു തരത്തിലും അവർ ഇൻജസ്റ്റിസ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ക്യൂവിന്റെ ആ ഭാഗത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ദക്ഷന്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഈ യാഗത്തിന്
ഇവരെയൊക്കെ വിളിച്ചെങ്കിലും പരമശിവനെ വിളിച്ചില്ല എന്ന് പറഞ്ഞില്ലേ? പക്ഷെ പരമശിവനെയൊക്കെ അപമാനിച്ച് പറയുന്ന കാര്യങ്ങള് ഈ പാർവതി കേട്ടു. പാർവതിയെ ക്ഷണിക്കാതെ ആണ് പാർവതി അവിടെ ചെന്നത്. അങ്ങനെ പാർവതി ആത്മഹത്യ ചെയ്തു. തുടർന്ന് ശിവൻ ദേഷ്യപ്പെടുകയും ഭയങ്കരമായിട്ട് കലിതുള്ളി, അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു തപസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ദേഷ്യത്തിൽ നിന്ന് വീരഭദ്രൻ ജനിക്കുകയും പിന്നെ അവിടെ യാഗം കംപ്ലീറ്റ് ആ ശാല മുഴുവനും തകർക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെ ഈ ഭാഗത്ത് കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ക്യൂ സിസ്റ്റം വേറെയുണ്ട്. അതിലൂടെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് എത്താം. അപ്പൊ നമ്മൾ ആ ഭാഗത്തൊക്കെ കുറെ കാണിച്ചു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ നിർത്തുന്ന പോലെ തോന്നി. ആ മണിത്തറയുടെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടം ആൾക്കാരാണ്. ആ ഭാഗത്തേക്ക് അവിടെ ഉള്ളിൽ കയറുന്നത് കാണാം, പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് കുറെ സമയം എടുക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന്. അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച. പിന്നെ ഇവിടെ ഒരു ആൽത്തറ ഉണ്ട്. ആ ആൽത്തറയുടെ ചുറ്റും കുറെ ആളുകൾ ഈ കല്ല് ഇവിടെ തന്നെ പറക്കിയിരിക്കുന്ന കല്ലുകളാണ്. ഈ കല്ലുകൾ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളില്. ഇപ്പൊ ആ ക്യൂ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ 2-3 പേരോട് ചോദിച്ചു എന്താ ഇങ്ങനെ ക്യൂ എന്നുള്ളത്. അപ്പൊ ഇതിനിടയിൽ ക്യൂവിൽ അവിടെ കയറാനുള്ള ഒരു അവസരം കിട്ടിയെങ്കിലും ഞാൻ കയറിയില്ല. കാരണം ഈ അനിയന്ത്രിതമായിട്ടുള്ള ഒരു രീതിയാണ് എനിക്ക് അവിടെ തോന്നിയത്. വെറുതെ ഇങ്ങനെ ആൾക്കാരെ നിർത്തുന്നുണ്ട്, കയറുന്നുണ്ട്. കുറേശ്ശെ ആൾക്കാർ കുറച്ചാൾ കയറും. പിന്നെ ഇവിടെ നിറച്ച് കള്ളന്മാരും കള്ളികളുടെയും വലിയ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചോ അല്ലെങ്കിൽ കയ്യിൽ കാശോ വെച്ചിട്ട് ഈ ക്യൂവിൽ നിൽക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര ഈ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കൂടി അതിൽ കുത്തി അതിന്റെ അകത്തേക്കാണ്ട് കയറുന്ന സമയത്ത് അവിടെ ഒരു തിരക്ക് അനിയന്ത്രിതമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തുകൊണ്ട് എനിക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ തോന്നിയില്ല. അതിന്റെ ഇടയിൽ സ്ട്രെച്ചറിൽ ഒക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് വീഴുന്നത്. ഇപ്പൊ ഗുരുവായൂരും നമ്മള് ശബരിമലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്യൂ സിസ്റ്റത്തിനൊക്കെ ഒരു നിയന്ത്രണം കുറച്ച് കുഴപ്പമില്ല. അതുപോലെ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ ഇരിക്കാനും അതിന്റെ ഇടയിൽ വെള്ളം സപ്ലൈ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും കാണാനില്ല. ഇവിടെ അങ്ങനെ ആൾക്കാരിങ്ങനെ നിൽക്കുക തന്നെയാണ്. അപ്പവും പായസവും ആടിയ നെയ്യൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഈ റെസിപ്റ്റ് കൊടുക്കുന്നില്ല അവരുടെ ചിലവർ തർക്കിക്കുന്നത് കണ്ടു. വോളണ്ടിയേഴ്സിനൊക്കെ ഒരു ട്രെയിനിങ് അത്യാവശ്യമാണ്. അപ്പൊ ഇതിന്റെ ഇവിടെ ഇങ്ങനത്തെ ദുർഗന്ധത്തിന്റെ കാരണം എന്താന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ ചളിയുടെ മണമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ചളി കൂടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. നല്ല വരുമാനമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ ഇവരുടേതായ ചില ആളുകൾ വരുമ്പോൾ VIPസിനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ക്യൂവിന്റെ അവിടെ ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എന്തൊക്കെ ആയാലും വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എന്തോ എനിക്ക് ഉള്ളിലേക്ക് കയറാൻ, അതായത് സ്വയംഭൂ ആണ് ഇതിന്റെ അകത്ത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ തൊഴാൻ പറ്റിയില്ല. പുറത്തൊക്കെ ഞാൻ തൊഴുതു. നമ്മുടെ മനസ്സിലാണല്ലോ ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ. പിന്നെ അക്കരെ കൊട്ടിയൂരിൽ നിന്ന് നമ്മൾ ഇതേറെ ഇക്കരെ കൊട്ടിയൂരിലേക്കാണ് വരുന്നത്. വീണ്ടും പുഴ കടക്കണം, കടന്നിട്ട് അപ്പുറത്തേക്ക് ചെല്ലണം. അപ്പൊ എന്തോ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെയോ അപാകതകൾ എനിക്ക് തോന്നി ഇതിന്റെ. അത് പറഞ്ഞു. പിന്നെ ഈ വനവും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നന്നാകുമെന്ന് നമ്മൾ വിചാരിക്കാം. പിന്നെ എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 71ഓളം ക്ഷേത്രങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇവരുടെ ദേവസ്വത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി. പല ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ആ യാഗത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളുടെ പേരുകളൊക്കെ കണ്ടു. അതായത് ഇവിടെ നീണ്ടു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ ചില സ്ഥലങ്ങളൊക്കെ കണ്ടു. പലതും ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ പുറത്തേക്ക് വന്നു. അടുത്ത ഇക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്നത് എല്ലാ കാലത്തും എപ്പോഴും തുറക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതേപോലെ അക്കരെ കൊട്ടിയൂർ മാത്രമാണ് ഈ വൈശാഖ മാസത്തില് പ്രവേശനമുള്ള, അല്ലെങ്കിൽ ആ ഒരു കാലത്ത് മാത്രമേ അവിടെ ക്ഷേത്രത്തിന്റെ ആ ഭാഗങ്ങൾ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. മൃഗമുനിയുടെ താടിയോട് സാദൃശ്യം തോന്നുന്നതുകൊണ്ടാണ് അത്ര ഈ ഓടപ്പൂവിന് ഇത്ര പ്രാധാന്യം. ദക്ഷന്റെ തല അറുത്ത വാള്, അതിനോട് ബന്ധപ്പെട്ട സ്ഥലം, അങ്ങനെയുള്ള ഐതിഹ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ അന്നദാനം സേവാഭാരതി പല ഭാഗത്തും നടത്തുന്നുണ്ട്. പിന്നെ ഈ ദക്ഷയാഗത്തിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പണ്ടുകാലത്ത് ആദിവാസികളായിട്ടുള്ള ആളുകൾ, കട്ടൻ എന്ന് പറഞ്ഞൊരു സമുദായം, അവരൊക്കെയാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ എല്ലാവരും ഉണ്ട്. അല്ലാതെ നമ്പൂതിരിമാരും നായരും ഒക്കെ അതിലുണ്ട്. ഒരു ട്രസ്റ്റികളായിട്ട് നായന്മാരെ കാണാനുണ്ട്, പിന്നെ നമ്പൂതിരിമാരെ കാണാനുണ്ട്, മറ്റു ജാതിയിലുള്ള ആൾക്കാരുകൾ എല്ലാവരും കൂടി നടത്തുന്ന ഒരു ക്ഷേത്രം. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിച്ച് കുറച്ചുകൂടി അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരണം. സിസ്റ്റം കുറച്ചുകൂടി പ്രൊഫഷണൽ ആയാൽ സൗകര്യപ്രദമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വീരഭദ്രന്റെയും കാളിയുടെയും എല്ലാം ആക്രമണത്തിന്റെ ഫലമായിട്ട് ഛിന്നഭിന്നമായി പോയ ഈ ദക്ഷന്റെ തല
തലയ്ക്ക് പകരം ഒരു ആടിന്റെ തല വെച്ച് പുനരുജ്ജീവിപ്പിച്ചു, പാർവതിയെ പുനരുജ്ജീവിപ്പിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യം. അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന വിശപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഊട്ടുകാരുടെ ഈ ഭാഗത്തൊക്കെ പോയപ്പോൾ എല്ലായിടത്തും ഭയങ്കര ക്യൂ ആണ്. അപ്പൊ പിന്നെ എന്തായാലും ഇവിടുന്ന് വേണ്ട, എന്നാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് വന്നു. അപ്പൊ അവിടെ ഒന്നും ചോറായിട്ടില്ല, ഭക്ഷണം ഹോട്ടലുകളിലൊന്നും ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കാത്ത് കെട്ടിയിരിക്കുന്ന നല്ല പ്രായമുള്ള ആളുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാത്തതിന്റെ കാരണം ആളുകളുടെ പ്രധാനമായിട്ടുള്ള ക്ഷമ, പിന്നെ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ടും ആ നേരത്തെ കണ്ട ക്യൂലൊന്നും വലിയ അത്യാഹിതങ്ങളൊന്നും കാണാനില്ല. പോലീസുകാർക്ക് കാര്യമായ റോളുകളൊന്നുമില്ല, അവര് നല്ല രീതിയിലായിട്ടാണ് പെരുമാറുന്നത്. പിന്നെ വീണ്ടും നമ്മൾ തലശ്ശേരിക്കുള്ള ബസ്സിലേക്ക് കയറി. വഴിയിലൊക്കെ അന്നദാനത്തിന്റെ ബോർഡുകൾ കണ്ടു, പലതും സേവാഭാരതിയുടെയാണ്. അങ്ങനെ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യമായിട്ട്. അങ്ങനെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു, ഇവര് ഈ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും അന്നദാനത്തിന്റെ ബോർഡ് കണ്ടിട്ട് ഈ ബസ്സുകാരൊന്ന് നിർത്തിയ ഭക്ഷണം കഴിക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്താണെന്നറിയില്ല, ഈ KSRTC ബസ്സുകാരൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തി. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ആ ചിറ്റാരിപ്പറമ്പ് ആ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളുടെ ഒരു കൺസോർഷ്യവും അതുപോലെ ഇടതുപക്ഷ പുരോഗമനമായിട്ടുള്ള ആൾക്കാരും കൂടിയിട്ട് നടത്തുന്ന ഒരു അന്നദാനമാണ് ഇവിടെ. അങ്ങനെ അവിടെ കയറി. പക്ഷെ ഈ അനൗൺസ്മെന്റ് കേട്ടപ്പോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇവിടെ ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിയിൽ ഒരു ഭക്ഷണത്തിന്റെ വില നിക്ഷേപിച്ചു. നല്ല ചോറ്, പിന്നെ തേങ്ങ അരയ്ക്കാത്ത ഒരു സാമ്പാർ, ഒരു കാബേജിന്റെ ഉപ്പേരി, ഒരു അച്ചാറ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം സൗജന്യമായി നൽകുന്നതിന് നന്ദി പറയുന്നു. എങ്കിലും ഈ അനൗൺസ്മെന്റ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല, അത് ഇവിടെ വെച്ച് കണ്ടിരുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. എന്തായാലും എല്ലാവർക്കും നന്ദി.